ഹലോ ഗൈസ്, ലെറ്റ്സ് ഗോ ടു ഫ്രൈഡേ പെറ്റ് മാർക്കറ്റ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ പോകുന്നത് ഫ്രൈഡേ പെറ്റ് മാർക്കറ്റിലേക്കാണ്. സൈദൈഷ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ പള്ളിയിൽ ജുമ നടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഒരു 2 മണി 2:30 ആകുമ്പോഴേക്കും നമ്മൾ ഫ്രൈഡേ പെറ്റ് മാർക്കറ്റിലെത്തി. ചെന്നപ്പോ തന്നെ കുറെ താറാവ് കുഞ്ഞുങ്ങളെയും കോഴിക്കുഞ്ഞുങ്ങളെയും എന്തിനൊക്കെ കണ്ട്. കുറെ സാധനം ഉണ്ടായിരുന്നു, പട്ടികൾ ഉണ്ടായിരുന്നു, പൂച്ച ഉണ്ടായിരുന്നു. ഇത് ഏതിന്റെ കുഞ്ഞാന്നൊന്നും അറിയൂല. പിന്നെ പാമ്പിന് ഒരു പാമ്പ് 35 രൂപ, നാട്ടിൽ 70 രൂപ. പിന്നെ കുറെ പാമ്പും കുട്ടികളുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഏതോ ഒരു പേര് വന്നിട്ട് കുറെ പാമ്പിനെ കയ്യുമിലിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് ലാസ്റ്റ് പാമ്പിനെ താഴെ ആലിമിന്റെ ചെരുപ്പുമ്മലേക്കൊക്കെ കയറിപ്പോയി. പിന്നെ നമ്മൾ കുറെ പട്ടികളുടെ സെക്ഷനിലേക്കൊക്കെ പോയി. പട്ടി, പൂച്ച, കുരങ്ങ് എന്തൊക്കെ ഉണ്ടായിരുന്നു. ക്യാമറ തിരിച്ചിരിക്കണം. ഗൈസ്, മരംകൊത്തിന് ഇവിടെ വെക്കുന്നുണ്ട്. ശരിയായ ഗൈസ്, നാട്ടിൽ ഇപ്പൊ വരുന്ന വവ്വാലൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിക്ക. ഫാൽക്കണ കണ്ണൊക്കെ മൂടി വെച്ചിക്ക. ഓന്തിന്റെ ഒക്കെ കുട്ടി, മുതലക്കുട്ടി ഉണ്ട്. 2 മുതലേനെ മേടിച്ച് വീട്ടിൽ വളർത്തിയാലോ? കുറച്ച് മുതലേനെ വവ്വാലിനെ ഒക്കെ പിടിച്ച് വീട്ടിൽ വളർത്തിയാലോ വിചാരിക്കാം. ഒരു സൂ ആക്കാം. ഇതിന്റെ നാട്ടിലേക്ക് പറ്റിയിട്ടുണ്ടോ? ഞാൻ കണ്ടു, എനിക്കത് ഓന്തിരിയൊക്കെ പോലെ തോന്നിയത്. അതേപോലെ തന്നെ നാട്ടിലും മരത്തും കൂടി കയറുന്ന ഉടുമ്പുണ്ട് ഇവിടെ വിൽക്കാൻ വെച്ചേക്ക്. ഉടുമ്പിന് എത്ര ചോദിച്ചോ കാലുമേ? You think it's hard to see behind my smile. I'll say whatever you want. Guys, ഈ ഉടുമ്പിന് 500 പൗണ്ട്, അതായത് നാട്ടിലത്തെ 1000 രൂപ. എന്റെ വീട്ടില് തെങ്ങുമ്പോ കൂടി കാണലുണ്ട്. ഇനി ഒരു ആവശ്യം എനിക്കില്ല. I'll say whatever you want. Let you walk in on the heart if you want to. ഇങ്ങനെ സൈസ് ആയിട്ട് എന്താണ് ലാസ്റ്റ് കറി വെച്ചതാണ്. എല്ലാ സൈസാവുന്ന കാര്യം പറയുന്നത്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് കിണ്ണ സാധനം. ഇത് വിലക്കുറവാണെങ്കിൽ ഞാൻ മേടിക്കും എന്റെ കുഞ്ഞിനെ. ഗൈസ്, ഫിഞ്ചസ് 2 150, നാട്ടിലത്തെ 300. നമുക്ക് അടുത്തേക്ക് പോവാം. ആ മുതലിന് 17,500. അണ്ണാ ഒരു സെൽഫി പോസ് ചെയ്യൂ. ഗൈസ് നോക്കൂ, വീട്ടിൽ മോളിച്ചോ? ഫിഷ് മോളി കറിയല്ലേ? ഈ ഫിഷ് കാര്യങ്ങൾക്കൊക്കെ ഇവിടെ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ. പിന്നെ നാട്ടിലത്തെ വവ്വാലിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത്. 70 രൂപയുടെ സാധനം ഇവിടെ 250 പൗണ്ട്, നാട്ടിൽ 500 രൂപ. ഫൈറ്റർ ഞാൻ പണ്ട് എനിക്കുണ്ടായിരുന്നു വീട്ടിലൊരു ഫൈറ്റർ. എന്റെ അമ്മ കൊറേ തീറ്റെടുത്ത് അതിനെ കൊന്ന്. അയ്യോ തിന്നുന്നില്ല, ഫൈറ്റർ എങ്കിലും തിന്നട്ടെ എന്ന്. ഇത്ര നേരത്തെ തണ്ടിത്തിരിയിൽ നമുക്കൊരു കാര്യം മനസ്സിലായി, മീൻ ഇവിടെ എക്സ്പെൻസീവ് ആണ്. വല്ല കിളിയോ പട്ടിയോ പൂച്ചിട്ടോ വേണം ഇങ്ങോട്ട് വന്നോളി. ആരെങ്കിലും പാമ്പിനൊക്കെ മേടിക്കണമെങ്കിൽ ഇവിടേക്ക് വന്നോളി. എനിക്കൊരു കൂട്ടിനൊരു കൊരങ്ങനെ മേടിച്ചാലോ? ഞാൻ കൊരങ്ങനെ എത്ര വെച്ച് നോക്ക്.
ഗൈസ് ഇവിടെ ഞങ്ങൾ ഒരു വട്ടം സ്ട്രീറ്റിൽ കൂടി നടന്നപ്പോലെ ഒരാളൊരു കുരങ്ങനെ സ്റ്റെക്കിട്ട് കൂടെ കൊണ്ടിടക്കുന്നു. സ്റ്റെക്കിട്ട കുരങ്ങൻ. ഗൈസ് വെയിലിന്റെ തീവ്രത കൊണ്ടും ചൂടും ആൾത്തിരക്കും കാരണം പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്നു. സീന് വെയിൽ. എനിക്ക് പൊന്നോ പൊള്ളുന്ന വേലൊക്കെ. എന്തായിരുന്നു ചൂടാ പഠിച്ചോനെ. സമ്മറാണ്. ഒരു പാമ്പിന്റെ കുട്ടിക്ക്, ചേരക്കുട്ടി അല്ലല്ലോ, പാമ്പിന്റെ അല്ലേ, ഏതോ ഒരു പാമ്പിന് 35 പൗണ്ടേ ഉള്ളു. അതായത് നാട്ടിലത്തെ ഒരു 70 ആ റേഞ്ചില്. നമ്മളിപ്പോ നേരെ പോകുന്നത് ബില്ലബലിലേക്കാണ്. അവിടെ പോയിട്ട് എന്നെ തണുത്തെന്തേ കഴിക്കട്ടെ. ഓയ് പറയൂ മീ. നമ്മളിപ്പോ ഓർഡർ ചെയ്ത സാധനം എന്ന് പറയുന്നത് സലങ്കത്തി മാങ്ക. ഞാൻ കാണിച്ചുതരാം നമ്മൾ ഓർഡർ ചെയ്ത സാധനം എന്താന്ന്. ബൈ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.